എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. 4 ദിവസമായില്ലേ വന്നിട്ട്? ഞാൻ ദിവസം വരുന്നുണ്ട്. അല്ല, ഞാൻ വന്നിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിനോട് പ്രതിബദ്ധത വേണം, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്തുകൊണ്ടാണ് ഞാൻ വരാത്തത്? സെൻസിറ്റിവിറ്റി വല്ലിൻ്റെ അല്ലേ, ആ സാധനങ്ങളൊക്കെ വേണം. എന്തുകൊണ്ടാണ് ഞാൻ വരാത്തത്? അതോടൊപ്പം മടിയാണ് എന്ന് മനു പറയും. കാരണം എങ്ങനെയാണ് എനിക്കിട്ട് പണിയാൻ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മനു പറയും എനിക്ക് മടിയുണ്ടാണെന്ന് പറയും. ഞാൻ പറയും എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു പറയും. ഞാൻ പനി പിടിച്ച് തല പൊക്കാൻ വയ്യാതെ കിടന്നപ്പോഴാണ് സന്ദീപിന്റെ വിഷയം തുരുതുരാ ഞാൻ ചെയ്തത്. എനിക്ക് ആരോഗ്യമുണ്ട് മനു, എനിക്ക് എന്നെ പോലെ അല്ല. എനിക്ക് പ്രായമായി. എനിക്ക് പ്രായമായി. തനിക്ക് 28 വയസ്സായെന്ന് വെച്ചാൽ എന്റെ കുഴപ്പമാണോ? എനിക്ക് വയസ്സ് 37 അക്സെപ്റ്റ് ചെയ്തു. കാണുമ്പോൾ തോന്നില്ലെങ്കിലും എന്തായാലും പറയണ്ട. കല്യാണ ആലോചനയായിട്ട് വരുന്ന പെൺകുട്ടികൾ ഒരു 34 വയസ്സിനപ്പുറം വന്നാൽ കേട്ടാൻ പറ്റും. സോറി, ഗബ്രി അല്ല ഞാൻ. കാര്യം മനസ്സിലായല്ലോ, ഗബ്രി അല്ല ഞാൻ ഇപ്പോഴും സിംഗിൾ ആണെന്ന് പറയാം. ഞാൻ സിംഗിൾ അല്ല, ആക്ച്വലി ഇപ്പൊ സിംഗിൾ അല്ല. ഓക്കെ, അപ്പോൾ ഡബിളാ. അതെ, ഡബിളാ. എന്തിനാ നമ്മളിന്ന് വന്നേ? നമ്മുടെ നാട്ടില് നമ്മൾ വിചാരിച്ചതിലും വലിയ തോതിൽ മഴ ലഭിച്ചു. വിഷയം കുറച്ച് സീരിയസ് ആണ്. മഴ ലഭിച്ചപ്പോഴത്തേനും പലയിടങ്ങളിലും വെള്ളം കയറിയപ്പോൾ ഇതിനകത്ത് ഒരുപാട് കളികൾ. അതിനോടൊപ്പം ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടോ. ചെങ്ങന്നൂർ വെള്ളം കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു 1/4 ഭാഗം മുങ്ങി. പക്ഷേ ചേച്ചിയുടെ താമസമില്ല, ഇപ്പോൾ അവർ പുതുക്കാടാണ്. അപ്പോൾ സംഭവിച്ചത് ഇവരുടെ എല്ലാ സാധനവും എല്ലായിടത്തും മേലെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടിൽ, തലമാര, അങ്ങനെയുള്ള കുറേ ഡൈനിങ് ടേബിൾ. ചേച്ചി ഇന്നലെ വിളിച്ചിട്ട് പറയാം, എടാ ഡൈനിങ് ടേബിളൊക്കെ ഒഴുകി നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അതുമാതിരി ഗ്ലാസ് ടേബിളാണ്, ഒഴുകി നടന്ന് എവിടെയും തട്ടി പൊട്ടാണ്ടിരുന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞു. കാരണം കഴിഞ്ഞ 2018 ഫ്ലഡിലും ഈ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി എന്ത് പറയാനാ, അതാണ് പ്രശ്നം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ശരിക്കും ഈ ഒരു ദുരിതത്തിൽ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു. എന്നാൽ ചില ആൾക്കാർ വൻ മുതലെടുപ്പ് പരിപാടിയായിട്ട് നടക്കുന്നു. ചെറിയ മുതലെടുപ്പല്ല, കുത്തിത്തിരിപ്പ്. ഇതിൽ ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് സത്യം. അതിനു മുമ്പേ നിങ്ങൾ ഇതിൽ എത്ര പേര് സേഫ് ആണെന്നുള്ളത് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ദൈവനോട് പറഞ്ഞാൽ മതി, സഹായ ഹസ്തങ്ങൾ. അതോടൊപ്പം ഒരു കാര്യം കൂടി, ദയവ് ചെയ്ത് പനി വരാതെ നോക്കണേ. കാര്യം കിടന്നു പോയാ അമ്മേ, ഇപ്പം 4ാമത്തെ ദിവസമാണ്. ഞാൻ കുറച്ചാൾ വയ്യാതെ നടന്നപ്പോൾ എന്തൊക്കെ ആവശ്യമായിരുന്നു ഇവിടെ. ഇന്ന് രാവിലെയാണ് ഞാൻ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് ഇഷ്ടമല്ല. അപ്പം പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അല്ലാണ്ട് മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, സത്യം. അല്ലാണ്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. പനി മാറി, എന്നാൽ ബോഡി പെയിൻ ഒരു രക്ഷയില്ലാത്ത ബോഡി പെയിൻ ആയിരുന്നു. അങ്ങനെ രാവിലെ ഇവിടെ SP വെൽകെയർ ഹോസ്പിറ്റൽ, അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, മോനെ പോയി ബ്ലഡ് ടെസ്റ്റ് ആവാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എവിടേക്കേ ചോരുണ്ട്, ടാബ്ലറ്റ് വന്നിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് നാളെ രാവിലെ വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നാളെ രാവിലേക്ക് ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് ഞാൻ കഴിഞ്ഞ 4 ദിവസം വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഫ്ലഡ് 2018 ശേഷം എനിക്ക് തോന്നുന്നു ഓരോ വർഷം കഴിയുന്നതോറും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉരുൾപൊട്ടലും ഫ്ലഡും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ. പക്ഷെ ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചധികം പ്രശ്നങ്ങളിലേക്ക് പോയി. കാരണം പല വീടുകൾ, മരണങ്ങൾ ഒക്കെ സംഭവിച്ചു. ഈ നേരത്തെ പറഞ്ഞ എൻ്റെ കൂടെ ഈ കുത്തിത്തിരിപ്പ്, അത് വല്ലാത്തൊരവസ്ഥയാട്ടോ. 2018 പോലും ഈ ഫ്ലഡ് നടക്കുന്ന സമയത്തെങ്കിലും ആൾക്കാർ തമ്മിലൊരു ഐക്യം ഉണ്ടായിരുന്നു, തമ്മിലൊരു എന്താ പറയുക, യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാനൊക്കെ ട്രിവാൻഡ്രത്ത് നിന്ന് തിരുവോണത്തിൻ്റെ അന്ന് സാധനങ്ങൾ കൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും ചേച്ചിയൊക്കെ ആയിട്ട്. ഇവിടുന്ന് ടെമ്പോ പിടിച്ചിട്ട് ഇവരുടെ ഡെയിലി യൂസ് പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ ചുമന്ന് കെട്ടി അവിടെ എല്ലാം ഓരോ ക്യാമ്പുകളിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, എല്ലാവരും ഒരുമിച്ച് ഒരു ക്യാമ്പിൽ താമസിക്കുന്നു. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. 2018 ഫ്ലഡ് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഇനി അല്ലാതെ തന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഏറ്റവും വെറുത്ത് പോയൊരു കാര്യം എന്താ അറിയോ, ഇതേപോലത്തെ ക്യാമ്പിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ 2 ക്യാമ്പ് കണ്ടു. ഒരു ക്യാമ്പിൽ കുറച്ചധികം ആൾക്കാർ, ഒരു ക്യാമ്പിൽ കുറച്ച് ആൾക്കാർ. ഞങ്ങൾ ചോദിച്ചാൽ എന്താ അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ, അത് അവർ കുറച്ച് കാശുകാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് വീട്ടിൽ വെള്ളം കയറി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും അവർ കാശുകാരാണ്, അവർ ഞങ്ങളുടെ കൂടെ താമസിക്കത്തില്ലെന്ന് പറഞ്ഞു. സത്യം. അതുകൊണ്ട് സ്പെഷ്യൽ ക്യാമ്പ് അവർക്ക് വേണ്ടി കൊടുത്തില്ല. ഞങ്ങൾ കൊണ്ടുപോയ സാധനം അവർക്ക് കൊടുക്കാതെ ഇപ്പുറത്ത് മാത്രം കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. ഇനി 2ാമത്തെ കേസ് എന്ന് പറയുന്നത്, പല ആൾക്കാരും ഈ ദുരിതാശ്വാസ പ്രവർത്തകർ വന്ന് വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരുമ്പം, അതായത് അവർ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുമ്പം, വേണ്ട കുഴപ്പമില്ല ഞങ്ങൾ സേഫാണ് എന്ന് പറഞ്ഞിരിക്കും. പിന്നെ ഇവിടെ വരെ വെള്ളം വരുന്ന കാത്തിരിക്കും. അപ്പോൾ കിടന്ന് വിളിക്കും, അയ്യോ ഞങ്ങളെ വിളിക്കാൻ ആരും വന്നു, ലാസ്റ്റ് ഹെലികോപ്റ്റർ വരും. അങ്ങനെയുള്ള ചരിത്രമുണ്ട്. മുഖ്യമന്ത്രി ആയാൽ മതി. ഞാൻ മുഖ്യമന്ത്രി ആകുമ്പോൾ നിറയണ്ണകളോട് ഇരിക്കാൻ ആളില്ല, അതുകൊണ്ട് ഞാൻ ആവുന്നില്ല. ഇവിടെ ധ്യാനം പറഞ്ഞതല്ലേ നവ്യനായി വന്നിരിക്കണോ? അപ്പോൾ നമുക്ക് എന്തായാലും ഈ കുത്തിത്തിരിപ്പിൻ്റെ ഒരു വേർഷൻ 2 സൈഡ് കാണാനുണ്ട്. അതായത് ഇതിലിപ്പോൾ കോൺഗ്രസ്സുകാരാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, നമുക്കിപ്പോൾ പാർട്ടിയില്ല, ഞങ്ങൾക്ക് പാർട്ടിയില്ല. ബേസിക്കലി
മനു ഏത് പാർട്ടിയിൽ അതായത് ഉണ്ടാതിരുന്നത്. കോൺഗ്രസ്സുകാരാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അതോ കമ്മ്യൂണിസ്റ്റുകാരാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്, അതിന് മറ്റാരെങ്കിലും ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇത് ഇന്ന ആളാണെന്ന് പറയിപ്പിക്കുന്ന ആളൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ശരിക്കുള്ള വീഡിയോ. ഒരു അമ്മുമ്മയാണ് ഇതിനകത്ത് പെട്ടുപോയത്, ഇരയാക്കപ്പെട്ടത് അവരാണ്. നമുക്ക് കണ്ടു നോക്കാം. ഇരയാക്കപ്പെട്ടതാണോ അമ്മൂമ്മ ഇനി അവരെ പിടിച്ച് ഇരയാക്കിയതാണോ നമുക്ക് കണ്ടു നോക്കാം. എന്തോനായി ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കേറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. ആ അമ്മമ്മ പറഞ്ഞ കേട്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ. ഇവിടെ ഒന്ന് ക്യാമ്പിലൊന്നും വന്നിട്ടില്ല, സാധനമൊന്നുമില്ല, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാട്, ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് വിജയൻ, അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. ഇതിന്റെ മറുവശം ഇന്നലെ രാഹുൽ മാങ്കൂട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതൊന്ന് കണ്ടുപോകാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ മോനെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. ഈ ബിജിലി മോനാണ് താരം. ഈ ബിജിലി മോൻ പറയുന്ന വേറൊരു വേർഷനുണ്ട്. ഞാൻ 3 തവണയായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നു, അതായത് അവിടുത്തെ വാർഡ് മെമ്പറോ എന്തോ ഒരു സ്ഥാനം ആൾക്കുണ്ട്, പക്ഷെ ഈ അമ്മേനെ ആൾ കണ്ടിട്ടുണ്ടെന്നല്ല, അതുവരെ സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. 3 ടേമിൽ അവിടുത്തെ നേതാവായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനപ്രതിനിധിയായി മാറിയിട്ട് ഞാനവിടെ കമന്റ് ചെയ്തു. അതിന്റെ താഴെ പോയിട്ട് 3 പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ച ഒരു മനുഷ്യൻ അവിടുത്തെ ഒരു അമ്മയാണ്. ആ അമ്മേനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ചില രാഷ്ട്രീയക്കാർക്കില്ല. ഞാൻ ആദ്യം എടമണ്ണെന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചാൽ അവിടെ ഒരു പട്ടിക്കുട്ടിക്ക് പോലും നമ്മളെ അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പൊ താമസിക്കുന്നിടത്ത് അവിടെ മത്സരിക്കുന്ന ആള് മത്സരിക്കുന്നതിനൊക്കെ ഒരു 2 വർഷം മുമ്പ് വന്ന് നമ്മളെ പരിചയപ്പെട്ടു. അപ്പൊ നമുക്ക് അവിടെ അല്ല വോട്ട്, കുഴപ്പമില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങേരെ വിളിച്ചു, അങ്ങേരെ എനിക്ക് ചെയ്തും തന്നു. അതിനുശേഷം അങ്ങനെ അവിടെ മത്സരിച്ചു, ജയിച്ചു ഇപ്പോഴും. പക്ഷെ അയാൾ ഇടയ്ക്ക് അതിലേക്ക് വന്നിട്ട് അത് രാഷ്ട്രീയക്കാരനല്ല, അത് ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയക്കാരന്മാർ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം. സത്യം. ഇനി നമുക്ക് ഈ അമ്മ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇനിയും പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, 2 പ്രാവശ്യം മീഡിയക്കാരോട് സംസാരിക്കുന്നത്. ഒരു പ്രാവശ്യം സംസാരിക്കുന്നത് മീഡിയയുടെ മൈക്കൊന്നും കാണുന്നില്ല അവിടെ, അതായത് ഒരു വീഡിയോ എടുത്ത് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. ഇതിന് ഏതാണോ സത്യം നമുക്ക് അറിയത്തില്ല. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമുക്കൊന്നും. എൻ്റെ മോക്കും പഞ്ചായത്തിൽ ജോലിയുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ എന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞേ വേണ്ട, പറയണ്ട എന്ന് പറഞ്ഞാൽ. അരി അവളെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അക്ഷരം മിണ്ടരുത് തോന്നുന്നു. ഞാൻ പറയുന്നവർക്ക് അറിയാം, അറിയുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവള് എന്നെ എപ്പോഴും ഇത് 2018 വെള്ളം കയറിയപ്പോ അമ്മച്ചി ഇവിടായിരുന്നോ? പിന്നെ 14 ദിവസം എന്തായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിനാ സാധനം ഇവിടെ കിടന്നത്, ഓരോ മനുഷ്യർക്ക് വാരി കൊടുക്കുക. ഒന്നും എത്തിയില്ലല്ലോ. ഇഷ്ടം പോലെ ഇവിടെ ഫുഡ് നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്? പെണ്ണുങ്ങളെല്ലാം കൂടെ ഇവിടെ ഇട്ടായിരുന്നു. അല്ല, സ്പോൺസർ ചെയ്ത് ഓരോരുത്തർ കൊണ്ടുവരുമായിരുന്നു. അല്ല, അമ്മച്ചിരി 2025 ആകുമ്പോൾ 2030 ആകുമ്പോൾ ഇതേപോലെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. വന്നു കഴിയുമ്പോൾ ഇതുപോലെ മീഡിയക്കാരൻ ചോദിച്ചാൽ 2026 അന്ന് അടിപൊളിയായിരുന്നു എന്ന് പറയൂ. ഇനി 2018 കാര്യം ഇങ്ങനെ പറഞ്ഞു, അന്ന് ഓണമായിരുന്നു, വിഷു ആയിരുന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലാവുന്നില്ല ശരിക്കും എന്താ സംഭവിച്ചേ, അമ്മച്ചി ശരിക്കും എന്താ പ്രശ്നം എനിക്കറിയില്ല. അതായത് ആദ്യം വന്നിട്ട് കോൺഗ്രസിന് അഗെയിൻസ്റ്റ് സംസാരിച്ചു, രണ്ടാമത് വന്നിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ബിജിലി മോനാണ് പറയിപ്പിച്ചെന്ന് പറയുന്നു. ഇപ്പൊ പറയുന്നു അതിന്റെ മോള് പറയിപ്പിച്ചാണെന്ന് പറയുന്നു. ഇതിൽ അമ്മച്ചിനെ ആരാ പറയിപ്പിച്ചത്? എനിക്കൊന്നും ഇവരെല്ലാം വട്ടം കൂടിയിരുന്നു. അമ്മച്ചി ആര് ചോദിച്ചാൽ ഇങ്ങനെ പറയണം, മനസ്സിലാവുന്നില്ല. അല്ല, ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ, ഈ ഒരു ഫ്ലഡ് ആൾക്കാർ ബുദ്ധിമുട്ടുന്നു, കുറേ അധികം ആൾക്കാരുടെ പൈസ, സമ്പത്ത്, സ്വത്ത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇമാതിരി പരിപാടി കാണിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 2018 ആ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം, ആ 4 ദിവസമെങ്കിലും രാഷ്ട്രീയം കളിക്കാണ്ട്. ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫ്ലഡ് നടന്നപ്പോ 2018 ഗവൺമെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്തു. ഇപ്പോഴത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്തു. അത്രയും നല്ലത് എഫിഷ്യന്റ് ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ടി. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അന്നും ഇന്നും എന്നും രക്ഷിക്കാൻ വന്നത് ഞങ്ങൾ കൊല്ലംകാരാ വളം എടുക്കുന്നേ. അപ്പൊ പപ്പടത്തിനും ഐസ്ക്രീമിനും തല്ലുണ്ടാക്കാൻ മാത്രമല്ല ഇങ്ങനത്തെ കാര്യം പറയാൻ. കൊല്ലത്താണ് മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത്, അതുകൊണ്ടാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു അവിടുന്ന് വരുമായിരുന്നു. പക്ഷെ വന്നത് ആലപ്പുഴയിലില്ലേ,
മത്സ്യബന്ധനത്തിന് ആളില്ലായിരുന്നു. ആലപ്പുഴയുള്ള ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് വരുന്ന ആൾക്കാരാണല്ലോ. കിടന്ന് മെഴുകണ്ട, വന്നത് കൊല്ലംകാരാണോ? നിങ്ങൾക്ക് ഐസ്ക്രീമും പപ്പടവും പറയുമ്പോൾ ലേസും പറയുമ്പോൾ കൊല്ലത്തിന് പുറം വരും. എന്നാൽ ഒരു മനുഷ്യന് വിഷമം ഉണ്ടായി രക്ഷിക്കാൻ വരുമ്പോൾ ഫ്ലഡ് വരുമ്പം അവർ ഓർമ്മിക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് മറന്നുപോയാലും ഫ്ലഡ് വരുമ്പോഴെങ്കിലും അവർ ഓർക്കാറുണ്ട്. എപ്പൊ എന്ത് കൊല്ലത്തിനെ കുറിച്ച് എന്ത് നെഗറ്റീവ് കേട്ടില്ല അപ്പോഴേ നിങ്ങൾ മറ്റേ അവര് വന്ന് രക്ഷിക്കും. ആ സാധനം ചിന്ത. ഞങ്ങള് സൂപ്പർമാൻസാ, അറിയാമോ? ഷെഡ് ഇടുന്നില്ലെന്നുള്ളൂ പാന്റിന് വെളി. ശരി എന്നാ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മുഖ്യന്റെ പേരിലൊരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ താലികെട്ട് അവിടെ ചോറൂണെന്ന് പറഞ്ഞ ഒരു അവസ്ഥ. ഇവിടെ ഫ്ലഡ് വന്നിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നു. മുഖ്യൻ പോയിട്ട് വിരുന്ന് സൽക്കാരത്തിന് പങ്കെടുത്തു. പുള്ളി പട്ടണ കിടന്ന് ചാവണമായിരുന്നു. എന്നല്ലേ ഇവർക്ക്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആള് മുഖ്യമന്ത്രിയാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ ആളൊരു ആളൊരു മനുഷ്യ വിരുന്നിന് പങ്കെടുത്ത് പോയി. അതാണ് പ്രശ്നം. വിരുന്നിന് പങ്കെടുക്കാൻ പാടില്ല. ഈ ഫ്ലഡ് വരുന്ന മുൻകൂട്ടി അറിഞ്ഞിട്ടാണോ പുള്ളി അവിടെ പോയത്? എനിക്കറിയില്ല കേട്ടോ. നേരത്തെ കൂട്ടി പറഞ്ഞൊരു കാര്യമായിരിക്കാം. ഇനി മുതൽ ഫ്ലഡ് വരുമ്പോൾ നോട്ടീസ് 2018-ലും 2019-ലും ദുരിതമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി, എന്നെ ഉപദ്രവിക്കരുത്. തഗ്ഗിന്റെ ആളാട്ടോ. അയ്യോ, ഒന്നും പറയണ്ട. ഇതിനിടെ കൂടെ കുറേ എണ്ണം ഉണ്ടേ വണ്ടി ഓടിച്ചിട്ട് ഈ വെള്ളത്തിൽ കൂടെ ഓടിച്ചു പോകുന്നു. അത് അങ്ങനല്ല. അത് ഇതുപോലെ തെറ്റിദ്ധാരണയാണ്. ഒരെണ്ണം അതായത് മറ്റേ രക്ഷിക്കാൻ വേണ്ടി പോക്ക്. അല്ല അതൊരു ലോറി. ഈ വണ്ടി ബമ്പർ പോയിന്റ് എന്നല്ല, വണ്ടി ഓടിച്ചു പോകുന്ന ആ വെള്ളം മുഴുവൻ കടയ്ക്കകത്ത് കയറിപ്പോയി. ലാസ്റ്റ് കടക്കാരൻ അയാളെ കൊണ്ട് തന്നെ മുഴുവൻ കോഴി പുറത്ത് കളയിപ്പിച്ചു. അവസാനം ചോദിക്കുക. അപ്പൊ ഇമാതിരി പരിപാടി അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലഡ് വരുന്ന സമയത്ത് മഴയത്തിറങ്ങി കളിക്കുന്ന പിള്ളേരെ ശ്രദ്ധിക്കാതെ പോയി. 2 കുട്ടികൾ ഒഴുകിപ്പോയത് അങ്ങനെയാണ്. അതിൽ ഒരാളെന്തോ മരണപ്പെട്ടെന്ന് തോന്നുന്നു. കുറച്ച് നാൾ മുമ്പ് ആസാമിൽ വെള്ളം പൊങ്ങിയില്ലേ? അന്നൊരു ഒരു വീട് കണ്ടേക്കുന്ന ഒരു ആള് അയാളുടെ പശുവിനെ ഇങ്ങനെ തല പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന പശു ഇതും ജീവനുള്ളതാ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെയുള്ള മീൻസ് അയാൾക്ക് വേണം രക്ഷപ്പെട്ട് പോവാം. ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ കണ്ടു. ഒരു ചേച്ചി അവരുടെ പട്ടിക്കുട്ടീനെ കൊണ്ട് വെള്ളത്തിൽ കൂടെ നടക്കുന്നു. പട്ടീനെ വെള്ളത്തൊടിയിക്കാണ്ട് ഒരു മാക്സിമം ഭയങ്കര പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ കിടക്കുന്നുണ്ട് ഒരു എലി ഇങ്ങനെ വയറെ കയറി ഇങ്ങനെ വിറച്ചിരിക്കുന്ന. അത് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലേ വെയിറ്റ്, ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഇത് സ്വന്തം പാർട്ടിയോട് പറയണം. അല്ലാണ്ട് മറ്റു പാർട്ടിക്കാർ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും കണക്കാ. ഇത് എന്ത് പറയാന്ന് ആലോചിക്കേ. നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ, അതിനകത്ത് ആരാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ആദ്യം വന്ന് മീഡിയക്കാരൻ ചോദിച്ചു, കറക്റ്റ് ആണോ ശരിയാണോ നമുക്ക് അറിയില്ല, തെറ്റാണോ നമുക്ക് അറിയില്ല. രണ്ടാമത് വന്നിട്ട് മൈക്കില്ലാതെ ഒരാൾ ചോദിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, ഒരിക്കലും അവർ വിജയൻ സൂപ്പർ ആയിരുന്നു എന്ന് പറയില്ല. അവര് ആ മുഖ്യമന്ത്രിക്ക് ഒരു റെസ്പെക്ട് കൊടുത്തേ സംസാരിക്കത്തുള്ളൂ. അല്ല, അത് പ്രായത്തിന്റെ വെച്ച് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചില പ്രായമുള്ള അമ്മമാരൊക്കെ അങ്ങനെ സംഭവിക്കാം. ബാക്കി പറയാം. അത് അറിയില്ല. അവര് പറഞ്ഞല്ലോ, അവര് വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. അപ്പം മൂന്നാമത് പറഞ്ഞു മുഖ്യം കേട്ടില്ല. മൂന്നാമത് പറഞ്ഞു കേട്ടില്ല. ഞങ്ങൾ കേൾപ്പിച്ചോ? നിങ്ങൾ ഒരാൾ സംസാരിക്കും പ്ലീസ്, ഒരാൾ സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. അതെന്ത് സംസാരമാ? ഒരു മുഖ്യമന്ത്രി അവിടെ വിളിച്ചു ചോദിക്കുകയാണ് ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതാണോ ചെയ്യേണ്ടത്? അല്ല, അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാ മറ്റേ പറയുന്നത് ഞാനൊന്ന് ആഹാരം കഴിച്ചു പോയി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സ്വകാര്യ യാത്ര നമുക്ക് കേട്ടു നോക്കാം. മറ്റേ ഹെലികോപ്റ്റർ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു
പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും 80 ലക്ഷം രൂപ മാസ വാടകയാണ്. എന്തിനാണ്? അതെന്തുകൊണ്ട് മറ്റേ എയർ ആംബുലൻസ് ആയിട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇവിടെ മറ്റേ റോഡിൽ കിടന്ന ആൾക്കാർ ഓടുകയാണ് ആംബുലൻസിൽ. അപ്പോഴൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. മാക്സിമം അതിന്റെ കാലിബർ യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ. 80 ലക്ഷം രൂപ ഒരു മാസത്തെ ചിന്തിക്കാൻ പറ്റുന്നില്ല. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാര് വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ എന്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ പറച്ചിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ഈ ഒരു മന്ത്രിസഭ കയറുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാമല്ലോ, പറ്റില്ലേ? അങ്ങനെ പറ്റായ വല്ലതും ഉണ്ടോ? അല്ലാതെ അഡ്വാൻസ് എഗ്രിമെന്റ് ചെയ്തിട്ടേക്കും. അപ്പൊ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻസൽ ചെയ്ത് കണ്ടാൽ മതി. ഈ ഒരു കാലാവധി കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്ത് കാണണം. അടുത്ത ആവശ്യം വരുമ്പോൾ എന്തോ ചെയ്യും അതെനിക്കറിയില്ല. പക്ഷെ ക്യാൻസൽ അല്ലെങ്കിൽ പിന്നെ മാസം 80 ലക്ഷം രൂപ. ഇത് മുഖ്യമന്ത്രി പറഞ്ഞു. ഓക്കെ, മുരളീധരനോട് ചോദിച്ചാൽ പുള്ളി ഈ ഉത്തരവ് അന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ മുഖ്യമന്ത്രി എയറോപ്ലെയിൻ ഹെലികോപ്റ്ററിൽ പോയി ആർക്ക് എത്ര പ്രശ്നം എന്നാണല്ലോ പുള്ളി ചോദിച്ചത്. ഇത് അവരെയും കൂടെ പറഞ്ഞു. അല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവും അതിനകത്തുണ്ടായിരുന്നല്ലോ ഒന്ന്. അന്നാ പറയുന്നത് എന്തൊക്കെയാണോ പറയുന്നത്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഇതാണ് രാഷ്ട്രീയം, അതാണ് പൊളിറ്റിക്സ്. പക്ഷെ കൊള്ളാം, മറ്റേ നമ്മുടെ വിജയ് കൊള്ളാൻ തോന്നുന്നല്ലേ. അങ്ങേരാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭരിക്കുന്നത്. ബാക്കി എല്ലാം PM ആക്കി വിടണം. മോദീനെ ഒന്നും ഇടാൻ പറ്റൂലെന്ന് ഞാൻ ഫേസ്ബുക്ക് ഇട്ട സാധനം എല്ലാം തൂക്കി വരും. മറ്റേ PMന്റെ ഫേസ്. അപ്പൊ പിന്നെ എങ്ങനെ വിമർശനങ്ങൾ വരുന്നത്? അല്ല, എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് അറിയോ? തമിഴ്നാട് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും ആ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തീരുമാനമാക്കുക. ഇല്ലെങ്കിൽ ഓരോ ഫ്ലഡ് വരുമ്പോഴേക്കും വാർത്ത വായിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇത് വരുന്ന ന്യൂസുകൾ കാണാൻ വയ്യ. ഇപ്പൊ പൊട്ടും എന്നും പറഞ്ഞ് കേൾക്കാൻ വയ്യ. അത് തീരുമാനമാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. വിജയ് പ്രത്യേകിച്ച് ഞാനിപ്പോൾ കൊച്ചിയിലോട്ട് മാറാൻ പോവാം. വിജയ് കാവേരി പ്രശ്നം വന്നപ്പോഴത്തേനും ഹെലികോപ്റ്റർ എടുത്ത് അവിടെ പോയിട്ടുണ്ട്. അവരുടെ നാട്ടിലെ പ്രശ്നമൊക്കെ പുള്ളി തീർക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണ് പ്രശ്നം. ഇവിടെ അങ്ങോട്ടും കുത്തിത്തിരിപ്പും എത്രയും പെട്ടെന്ന് ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രി. ശരി, നമുക്ക് ഇറങ്ങിയാലോ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, പിന്നെ മുഖ്യന്റെ കുറച്ച് ചർച്ചാ വിഷയങ്ങളൊക്കെ സംസാരിക്കണം വിചാരിച്ചു. പുള്ളി തന്നെ 4 കൊല്ലം നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. 4 തമാശ ഹാസ്യ രൂപേണ അതല്ല, ഒരു എന്താ പറയാ, ഒരു വ്യക്തത വരുന്നില്ല പറയുന്ന കാര്യങ്ങളാണ് പ്രശ്നം. അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആവും. കടക്കൂർത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ, സ്വാഭാവികം. വയ്യാത്തവരൊക്കെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അസുഖമൊക്കെ മാറ്റുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.